ഇതാണോ നോക്കിയടി. ഇതല്ല. കിട്ടിയോ? ആ, ഇത് തന്നെയാ. അമ്മേ, അതെല്ലാം കൂടി തീയിലോട്ടിട്ട് കത്തിക്ക്. ചേച്ചിക്കുട്ടി, ദേ അമ്മമ്മ മുകളിൽ തലമാരിലുള്ള ബുക്സ് എല്ലാം എടുത്തോണ്ടേ കത്തിക്കുന്നു. എന്റെ ബുക്സ് ആണോ? അതേന്ന്, വീടിന്റെ പുറകിൽ തീയിട്ട് കത്തിക്കുക. നീ കണ്ടോ അമ്മമ്മ എടുത്തോണ്ട് പോകുന്നേ? ബുക്സ് എല്ലാം വാരിയെടുത്ത് സ്റ്റെയർ കേസ് ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. ഞാൻ ചെന്ന് നോക്കുമ്പോ കത്തിക്കുക. അലമാരയിൽ വെച്ചിരുന്ന ബുക്സ് എടുത്തു കത്തിക്ക്. അതൊക്കെ ഇനി എന്തിനാടി? നീ പഠിച്ചു തീർത്ത ബുക്കും പുസ്തകമല്ലേ? അതുകൊണ്ട് നിനക്കിനി എന്തെങ്കിലും ഉപകാരമുണ്ടോ? ആ പഴയ പുസ്തകങ്ങളൊക്കെ വല്ല പാവപ്പെട്ടവർക്കും കൊടുക്കായിരുന്നല്ലോ. ഞാൻ എഴുതിയിട്ടുള്ള നോട്ട്സും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേന്. ഓ പിന്നെ, അതുകൊണ്ട് വെച്ച് പഠിച്ചിട്ട് വേണ്ടേ ഈ നാട്ടിലുള്ള പിള്ളേർക്കെല്ലാം 1-ാം റാങ്ക് മേടിക്കാൻ? ഒന്നുമില്ലെങ്കിലും തൂക്കി വിൽക്കായിരുന്നല്ലോ അമ്മ. 100-150 കിട്ടുമായിരുന്നല്ലോ. ഓ, നിന്റെ പഴയ ബുക്ക് വിറ്റിട്ട് 150 ഉലുവ കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ? നിന്റെ തലയ്ക്ക് ഒഴിഞ്ഞിടാനോ? നിന്നെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത വകയില് 10,000 രൂപ ചെലവുണ്ട്. അതാര് തരും? ആ കൂടെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. അത് നേരത്തെ പറയണായിരുന്നു. എന്റെ ബുക്സ് എല്ലാം എടുത്ത് കത്തിക്കാൻ നേരത്ത് എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. പിന്നെ നിന്റെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിയിട്ട് വേണ്ടേ ആ പഴംപുസ്തകമൊക്കെ കത്തിക്കാൻ? എല്ലാം ഞാൻ വാങ്ങിച്ചു തന്നല്ലേടി. തിരിച്ചെടുക്കാനും എനിക്ക് ആരോടും ചോദിക്കണ്ട. കുറെ സംഗതികൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. 10th ഓട്ടോഗ്രാഫ്, ഗ്രൂപ്പ് ഫോട്ടോ, മണിക്കുട്ടൻ എനിക്ക് തന്ന 4ാം ക്ലാസ്സിലെ പുസ്തകം. പിന്നെ അമൂല്യ വസ്തുക്കളല്ലേ, സൂക്ഷിച്ചു വെച്ചാ നിധിയുടെ വില കിട്ടിയാനേ. നോട്ടുകളൊന്നും വെച്ചിട്ടില്ലായിരുന്നല്ലോ ഈ ബുക്കിനകത്ത്. ഇവിടുന്ന് പോകുമ്പോ വേണ്ടാത്തതൊന്നും ചുമന്നോണ്ട് പോകണ്ട. അമിത ഭാരം അതൊക്കെ. അതുകൊണ്ടാ കത്തിച്ചു കളഞ്ഞത്. അമ്മേ, വാ, പോകാൻ ഒരുങ്ങണ്ടേ? ആ ശരിയാ. ഇനിയിപ്പം നിന്നിട്ടും കാര്യമൊന്നുമില്ല, എല്ലാം ചാരമായി. ദണ്ണം കൂടുതലാണെങ്കിലേ കുറച്ച് ചാരം വാരിയെടുത്തോ. കൈ പൊള്ളാതെ നോക്കണേ. എന്നെ ഇങ്ങനെ ദഹിപ്പിക്കല്ലേ, ഞാൻ പോയേക്കാം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഏയ്, ടീപ്പോയുടെ ചില്ല് പൊട്ടല്ലേ, സൈഡാക്കി വെക്കണം. സാറേ, അതൊക്കെ ഞങ്ങൾ ഏറ്റൂന്ന്. അങ്ങോട്ടൊന്ന് കുറച്ച്. ആ സാറേ, വൈറ്റിലെ ചെന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞേ? വൈറ്റിൽ വരെ എത്തണ്ട, അതിന് മുമ്പ് എവിടെയെങ്കിലും സൈഡാക്കി നിർത്തിയാൽ മതി. ഞങ്ങൾ തൊട്ടുപുറകെ ഉണ്ട്. ആ സോഫ പിടിച്ച് കേട്ട് സമയം കളയണ്ട.
അതെ, ഈ ലോഡിങ് കഴിയുമ്പോൾ ടാർപോളിനോട്ടൊന്ന് മൂടിക്കെട്ടണം. മഴ പെയ്യുമ്പോൾ പിന്നെ നനയാനിട വരരുത്. സൂക്ഷിച്ച്. സാറേ അതൊക്കെ ഞങ്ങൾ ഏറ്റു. കയറിട്ട് ശരിക്കും മുറുക്കിക്കണേ. വണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങരുത്. സാറേ ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറെ ആയതാ. ഫർണിച്ചറിന് കേടുപാട് സംഭവിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ പിന്നെ കാശ് തിരിച്ചു തരൂ? ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. ഞാൻ നോക്കിക്കോളാം സാറേ. കയറ്റി തീർന്ന ഉടനെ ഞങ്ങൾ വണ്ടി വിടണം സാർ. പിള്ളേരൊക്കെ റെഡിയായി? ഞാൻ പറഞ്ഞായിരുന്നു അവനവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തോണെന്ന്. വേഗം അവിടെ. സാറേ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഇടി അവരോട് ഇറങ്ങാൻ പറ. നിന്റെ അമ്മ എവിടെ? അമ്മേ, പോകണ്ടേ? പിള്ളേരെ വിളിക്കേ. സൂര്യമോളെ, അപ്പുണ്ണിയേ, നീ മാത്രം അണിഞ്ഞൊരുങ്ങിയാ മതിയോ? ചെന്ന് അവരെ കൂടി വിളിച്ചോണ്ട് വാടി. ശരി, നിങ്ങൾ വിട്ടോ, ഞങ്ങൾ തൊട്ട് പുറകെ വന്നോളാം. ശരി. ഇനി എന്താ താമസം? ഒരു താമസവും ഇല്ല. പിള്ളേർ ഇങ്ങോട്ട് ഇറങ്ങി വന്നാ മതി.